സ്നേഹമുള്ള സഹോദരങ്ങളെ, മറിയം മഗ്ദലന അതിരാവിലെ യേശുവിൻ്റെ ഭൗതിക ശരീരം കാണുവാനായി കല്ലറയിലേക്ക് യാത്രയായപ്പോൾ അവിടെ ശരീരം കാണാതെയാവുകയും ആശങ്കയോടെ വേദനയോടെ ഹൃദയം നുറുങ്ങി കരയുകയും ചെയ്യുമ്പോൾ രണ്ട് മാലാഖമാർ അവിടെ അവളെ ആശ്വസിപ്പിക്കുകയും എന്തിനാണ് കരയുന്നത്, അവൻ ഉദ്ധിതനായെന്നുള്ള വലിയ സന്ദേശം ലഭിക്കുകയും ചെയ്യുന്നു. ബലിപീഠത്തിലേക്ക് നോക്കുന്ന ഓരോ നിമിഷവും അത് തിരിച്ചറിവിൻ്റെ നിമിഷമാണ്. മറിയം മഗ്ദലന തിരിച്ചറിഞ്ഞു ഈശോ ഉദ്ധിതനായി എന്ന്. ഓരോ ദിവസവും ബലിയർപ്പിക്കുവാനായിട്ട് ബലിപീഠത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് യേശു ഉദ്ധിതനായി എന്നുള്ള ആ വലിയ രഹസ്യം തിരിച്ചറിയുവാനും മറിയം മഗ്ദലന തിരിഞ്ഞു നോക്കിയതുപോലെ കല്ലറയിൽ നിന്ന് അപരനിലേക്ക് തിരിഞ്ഞു നോക്കുവാനും അപരനിൽ ഉദ്ധിതനായ യേശുവിൻ്റെ സാന്നിധ്യം കാണുവാനുമുള്ള വലിയ വിളിയാണ് മഹാനായ ഫ്രാൻസിസ് പാപ്പ ചെയ്തതുപോലെ ഓരോ ബലിയർപ്പണ വേളയിലും യേശുവിൻ്റെ ഉദ്ധാനം അദ്ദേഹം അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും അനുഭവിക്കുകയും ചെയ്തു. ഓരോ ബലിയർപ്പണങ്ങളും അദ്ദേഹത്തിന് തിരിച്ചറിവായിരുന്നു. ആ തിരിച്ചറിവിൽ നിന്ന് അദ്ദേഹം തിരിഞ്ഞു നോക്കി അപരനിലേക്ക്. മറിയം മഗ്ദലന തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് യേശുവിനെ ആണെങ്കിലും അത് തോട്ടക്കാരനാണെന്നാണ് വിചാരിച്ചത്. ഇതുപോലെ പലപ്പോഴും നമ്മളും ബലിപീഠത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടുമുട്ടുന്നത് സാധാരണക്കാരായ ജനങ്ങളെയാണ്. ആ സാധാരണക്കാരായ ജനങ്ങളിൽ ഈശോ മറഞ്ഞിരിപ്പുണ്ടെന്നും ജാതിയും മതവും വർഗവും വർണ്ണവും നോക്കാതെ അവരിൽ യേശുവിനെ കണ്ടെത്തുവാനും എൻ്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് നീ ഓടി ചെല്ലുവാൻ ഈശോ പറഞ്ഞ വചനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് മറിയം മഗ്ദലന ഓടുന്നത് പോലെ നമ്മുടെ സഹോദരങ്ങളിലേക്ക്, മുറിവേറ്റ സഹോദരങ്ങളിലേക്ക്, വേദനിക്കുന്ന സഹോദരങ്ങളിലേക്ക്, അല്ലെങ്കിൽ കുറ്റബോധത്താൽ വേട്ടയാടപ്പെടുന്ന സഹോദരങ്ങളിലേക്ക്, ആരാലും സ്നേഹിക്കപ്പെടാതെ കടന്നു പോകുന്ന സഹോദരങ്ങളിലേക്ക് ഓടിയെത്തുവാനായിട്ട് ഉദ്ധിതനെ കണ്ടുമുട്ടിയതിൻ്റെ ആ പ്രത്യാശയുടെ മുഹൂർത്തങ്ങളും അനുസ്മരണങ്ങളുമൊക്കെ അവനുമായിട്ട് പങ്കിടുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. അങ്ങനെ ബലിപീഠത്തിൽ നിന്ന് ലഭിച്ച പ്രത്യാശയുടെ സന്ദേശം പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിൽ കഴിയുന്ന ദൈവമക്കൾക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്കും തിരിച്ചറിവോടെ തിരിഞ്ഞു നടക്കാം. ഫ്രാൻസിസ് പാപ്പായെ പോലെ മതിലുകൾ പണിയുന്ന ഈ ലോകത്തിൽ വാതിലുകൾ തീർക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.